ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രഞ്ജു ആണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മീനുവിൻ്റെ കാതുകുത്താണ്. അപ്പോൾ ആ വീഡിയോ ആണ്. മീനുവിന് നമ്മൾ കാതുകുത്താൻ പോകുന്നു. അതായത് സെക്കൻഡ് എന്ന് പറഞ്ഞപ്പോൾ അറ്റം വരെ കുത്തുമല്ലോ, സെക്കൻഡ് തേർഡ് എന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. കുറേ നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ കമ്മൽ സ്റ്റഡ് എടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്റ്റഡ് എടുത്തിട്ട് ബർത്ത്ഡേക്ക് എടുത്തതാണ് ജനുവരിയിൽ. അപ്പോൾ എന്നിട്ട് ഇപ്പോഴാണ് കുത്താനായിട്ട് പോകുന്നത്. പേടിച്ച് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ സ്റ്റഡ് അടിക്കാൻ പോവുകയാണ് ഈ നമ്മുടെ. അപ്പോൾ രൂപാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള കൈപ്പറമ്പിലുള്ള ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ നമ്മളത് കുത്തിയത്. അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും മീനും പോയിട്ടാണ് കുത്തിയത്. ഉണ്ണിക്കുട്ടനാണ് നമ്മുടെ ക്യാമറാമാൻ. ചൊവ്വായ വീഡിയോ ഒന്നല്ല, എന്നാലും അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഷോർട്സിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനോട് വൈഡാക്കി എടുക്കാൻ പറഞ്ഞിട്ട് അവ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ഇവരല്ലല്ലോ എടുത്തത്, അതുകൊണ്ടാ. തന്നെയാണ് ഇപ്പം ഞങ്ങളും പറഞ്ഞത്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ കാണാം. അമ്മ അപ്പുറത്ത്, അനിയൻ ഇപ്പുറത്ത്. അയ്യോ, കഴിക്കണോ? ഇങ്ങനെ വൃത്തികേടായിട്ട് എടുക്കും. അഗ്രഹം മാത്രമല്ല നല്ല സുഖല്ലേ? നല്ല സുഖല്ലേ? എന്നാലും വലിയ ബഹളമൊന്നും വെച്ചില്ല. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഫേസിലേക്ക് കാണുന്നുണ്ട്, നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇന്നൊന്നും ചെയ്യണ്ട, നാളെ തൊട്ട് തന്നെ തിരിച്ചു കൊടുത്തോളട്ടൊന്ന് ലൂസമാനില്ല. ഒരാഴ്ച കഴിഞ്ഞ് മാറിയിട്ടോട്ടാ മതി. എത്രയാ സുന്ദരി? സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അങ്ങനെ അതിൻ്റെ ട്രീറ്റാണ്. ട്രീറ്റിൻ്റെ ഉടമസ്ഥമ്മയാണ്. നല്ല സുഖമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കാതൊക്കെ കുത്തിക്കഴിഞ്ഞു. അപ്പോൾ അതാ ഇത് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ അതാ ചെറിയ വേദനയൊക്കെ ഉണ്ട് കേട്ടോ, മുടിയൊക്കെ കൊളത്തുമ്പോഴും ഒക്കെ. അപ്പോൾ മുടിയൊക്കെ അതാ ഒതുക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതാ കണ്ടില്ലേ. പിന്നെ കിടക്കാനും അത് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങണ നേരത്തൊക്കെ തട്ടുമ്പോൾ നല്ല വേദന ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നല്ല കുഷ്യൻ തലോണയൊക്കെ വെച്ചിട്ട്, നല്ല പൊങ്ങിയിട്ടുള്ള തലോണയൊക്കെ വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ട നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്റ്റഡൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കുന്നു. പിന്നെ ഇതാ ഓരോ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും എടുത്തിട്ടുണ്ട്. കണ്ട സ്റ്റഡ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഇപ്പോൾ ഉണ്ട് കേട്ടോ, എനിക്ക് തോന്നിയതാണ്. പിന്നെ ഇതാ അടുത്ത ദിവസത്തെ. അപ്പോൾ ഇത് എന്നും തിരിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിക്കുമ്പോൾ നല്ല സുഖമാണ്. ഇത് ഞാനിട്ട് തിരിച്ചിട്ട് കണ്ണീന്ന് വെള്ളം വരാനാണ് കേട്ടോ. വേറൊരാൾ തിരിച്ച് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ തന്നെ തിരിക്കുമ്പോൾ ചിലപ്പോൾ വേദന എടുക്കും. അപ്പം അങ്ങനെ ഇതാ ഇനി നമ്മൾ സ്റ്റഡ് മാറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ സ്വർണ്ണക്കമ്മിലിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡ്. നമ്മൾ ഓൾറെഡി മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളക്കല്ലല്ലേ വെള്ളക്കല്ല്, നോർമൽ സ്റ്റഡ് തന്നെ. എന്താ തിളക്കം.
ഇനി കാതിലിടാൻ പോവാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇത് ഊരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഊരാൻ പനിണ്ട്. അയ്യോ പശു കരയണ മാതിരിയൊക്കെ ഉണ്ടാവും. അമ്മ വേനുണ്ട് വേനുണ്ട്. അപ്പൊ ഇതെങ്ങനെ പൂര? ഒയ്ക്കോ വേദന സഹിക്കാൻ കുഴപ്പമില്ല. അന്നൊരു നാളിൽ കുറച്ച് എണ്ണ ഒഴിച്ചാലോ? എണ്ണ ഒഴിച്ചിട്ട് എന്താ കാര്യല്ലേ? ദൂരം കിട്ടാണ്ടാവും. അമ്മേ വേണ്ട. അയ്യോ നല്ല സുഖം. അപ്പുറത്ത് നോക്കട്ടെ. വേണ്ട ഒരെണ്ണം ഇളക്കിയാ മതി. ഇതല്ല വേദനയുള്ളത്, അത് വേദനയില്ലാത്തതായോ? എന്താണോ ഇപ്പൊ വേദന എടുക്കണ? വേദനയൊക്കെ കുറഞ്ഞ് സെറ്റായി വന്നതായിരുന്നു കേട്ടാ. നല്ലോണം തിരിയണൊക്കെ ഉണ്ടായിരുന്നു, തിരിച്ചിട്ട് ഇപ്പൊ നല്ല വേദനയായി. അപ്പുറത്ത് പറഞ്ഞോട്ടെ. എന്താ സന്തോഷം നോക്ക്. യോ അയ്യോ വിട് മതി. അയ്യോ നല്ല വേദനയാണ്. ഇതിപ്പോ ഒരു ഇത് വായിക്കാ കഴിഞ്ഞു. നല്ല വേദനയുണ്ട് ഇപ്പൊ പിടിച്ചപ്പോ. അവക്ക് ദേഷ്യം. പിന്നെ ദൂരെ കിടന്നോണ്ടിരുന്ന ആളെ ഉറങ്ങണ ആളെ വിളിച്ചുണർത്തി കഞ്ഞിയില്ല എന്ന് പറഞ്ഞ മാതിരി ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ ഊരണം വലിക്കാണ്ട് ഊരാൻ പറ്റില്ലല്ലേ? അയ്യോ അതിങ്ങനെ പിന്നാക്കം പുഷ് ചെയ്ത് വലിക്കുകയാണ് ചെയ്യുക. സ്ക്രൂ. അയ്യോ മതി. അതെ നമ്മളിപ്പോ ദൂരണില്ല കേട്ടോ. നല്ല വേദനയുണ്ട്. കച്ചടക്കൂട്ടം. അത് ഡ്രസ്സ് മഴയൊക്കെ അല്ലേ ഉണങ്ങാണ്ടൊക്കെ. നല്ല ഡ്രസ്സുകളാണ് നമ്മുടെ പട്ടുപാവാടക്കിയത്. അതുകൊണ്ടാണ് ഒന്നും തോന്നണ്ട. നല്ല നല്ല നീറ്റം. നമ്മളെ എന്താ പറയാ ദേഹത്ത് നെഗം ഇങ്ങനെ കുത്തിറക്കണ മാതിരിത്തെ വേദന. സത്യമായിട്ട് നല്ല വേദനയുണ്ട്. ചുമ്മാതെ. അപ്പോ ഇത് നമ്മൾ സക്സസ്ഫുള്ളി അൺഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മാറ്റാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇല്ല, എനിക്ക് എന്റെ കാത് തുറക്കണം. എനിക്കിപ്പോ വേനം. ഇത് മെയിനായിട്ട് എന്തിനു ഊരണേന്നറിയോ? അമ്മയുടെ കാത് തുറന്നിട്ട് അമ്മയ്ക്ക് ഇടാനാണ് കേട്ടാ. അമ്മയുടെ അന്ന് 3ാമത്തെ കുത്തിയിട്ട് അത് പടഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് ഇടാനുള്ള പരിപാടിയാണ് അമ്മ. പക്ഷെ നല്ല വേദനയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ പറയാ കാത് തുറക്കണം എന്ന് പറഞ്ഞു വന്നത്. അങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? വലിയ പണിച്ചപ്പണക്കാരിയാണ്. അല്ല അമ്മയുടെ ഇങ്ങനെ തുറക്കുമ്പോ നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ ഇടയ്ക്ക് അങ്ങനെ ആക്കാറുണ്ട് കേട്ടോ. അവന് സ്കൂളിൽ പോകുമ്പോ അവന്റെ കമ്മലിടാറില്ല, അടയും. അപ്പൊ പിന്നെ അവന്റെ ഇടയ്ക്ക് ഇങ്ങനെ തുറക്കുമ്പോ നല്ല സുഖാണ്. പക്ഷെ അവ കരയൊന്നുമില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഇവിടെയും കാണുന്നത് വേണ്ട മതി. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എവിടെന്ന് വരുന്നു നീ? എവിടെന്ന് വരുന്നു? വല്ലപ്പോഴും കാണുന്നതാണ്. സോ ആദ്യം ഇപ്പൊ കൊറേ നാളുകൾക്ക് ശേഷമാണ് നമ്മള് 3 പേരുടെ ഇങ്ങനെ ഫേസ് വോയിസ് കണ്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് സ്റ്റഡ് വരുന്നത് വേറൊരു വീഡിയോ ഇട്ടിടാം. ഓക്കെ, ഇത് വൈൻഡപ്പ് ചെയ്ത് അത് വലിച്ചൂരി കഴിക്കുന്നതായിരിക്കും. അപ്പൊ ടേക്ക് കെയർ ആൻഡ് ബൈ.